ബ്രോ അല്പം ലഹരി തോന്നാൻ വരുന്നോ? അവിടെ ഇതൊക്കെ വലിച്ചും കുടിച്ചും കയറ്റിയാൽ കിഡ്നിയും കരളും മാത്രമല്ല സാമാനം അടിച്ചു പോകും. അതുകൊണ്ട് പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. അത് അർബുദത്തിന് കാരണമാകുന്നു. അച്ഛാ, ഇതാ അമ്മ താഴേക്ക് വിളിക്കുന്നേ. ഞാൻ പിന്നെ ഒരാളാ. അച്ഛാ, അച്ഛൻ എന്തിനാ എപ്പോഴും വന്നിവിടെ ഇരിക്കുന്നു? ഞാനൊരു കൂട്ടുകാരനെ കാത്തിരിക്കുന്നതാണ്. വാ ഇതിലേക്ക് എല്ലാം പറയാം. പണ്ട് നിന്റെ അച്ഛൻ കോളേജിൽ പഠിക്കുന്ന സമയം, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, എനിക്കവിടെ നാട്ടിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നാട്ടിലൊരു സംഭവം നടന്നു. ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോവായിരുന്നു. ഒരു പൂരം കാണുന്നിടത്ത് കൊണ്ടുവച്ചൂടെ? എവിടെയായിരുന്നു ഇത്രയും ദിവസം? അത് ഞാൻ പറഞ്ഞിട്ടേ പുറത്തു പോയിട്ട് കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു. എവിടാ? അത് ഞാൻ പറയാ. എന്ത് വിളിപ്പിച്ചേ? തീപ്പെട്ടി എടുത്തേ. എന്ത് തീപ്പെട്ടി? ഞാൻ തരാം. ഈ കാര്യം പറ. നീ തന്നെ എന്തടാ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം നീ അറിയുന്നുണ്ടോ? ഇല്ല. എന്തേ? ആ ഫോൺ ചെയ്തോ? എന്താ നോക്ക്. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ഭീതിയിലാഴ്ത്തി പാണ്ടിക്കോട്ട് വീണ്ടും ആളെ കാണാതായി. ഇവരെ കാണാതായവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നാട്ടിൽ വൈകുന്നേരം കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടും യാതൊരു തെളിവും കിട്ടാതെ പോലീസ്. നമ്മുടെ ഗംഗാരം മാഷില്ലേ, കലോത്സവം കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടായി. ഭാര്യ ഫോണിലുണ്ടായിരുന്നു. പെട്ടെന്ന് കോളം കട്ടായി. അപ്പോൾ ഭാര്യ വിചാരിച്ച ആൾ എങ്ങനെയാലും വീട്ടിൽ തന്നെ എത്തുന്നു. പക്ഷേ കുറേ സമയം കഴിഞ്ഞ് അയാൾ വീട്ടിലെത്തിയില്ല. അപ്പോൾ ഭാര്യ അയാളെ അന്വേഷിച്ചിറങ്ങി. അപ്പോഴാണ് മനസ്സിലായി അയാളെ കാണാതായി. പിന്നെ നമ്മൾ അനന്തു, അപ്പോൾ ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടായി. സെയിം കാണാതായി. നമ്മുടെ രാജേട്ടനില്ലേ, അയാൾ രാവിലെ റബ്ബർ വെട്ടാൻ പോയി തിരിച്ചു വരുന്നുണ്ടേ. അപ്പം എന്തോ കറുത്ത രൂപമോ അങ്ങനെ എന്തോ കണ്ടു. ഒരു കറുത്ത രൂപം ഇങ്ങനെ പോവുക, അതിനെ പുറകെ കുറേ ആളിങ്ങനെ പൊസസ്സായ പോലെ. ആകെ മൊത്തം ഒന്നും മനസ്സിലാവുന്നില്ല. അതിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മുടെ പഞ്ചായത്താണ് വൈകുന്നേരം 5 മണിക്ക് ശേഷം പുറത്തിറങ്ങിക്കൂടെ കർഫ്യൂ ഇറക്കി. പോവാ നമുക്കെന്നാ. വാ. സമയങ്ങളുണ്ട. വാ പോവാ. എടാ വാടാ.
അവസാനം നിനക്ക് നിന്റെ മുഖം മൊഴി അഴിക്കേണ്ടി വന്നു അല്ലേ? സംഭാഷണത്തിനോട് പ്രസക്തിയില്ല. വന്ന കാര്യം പറ. വൈകുണ്ഠ അതെവിടെയാണെന്ന് എനിക്കറിയണം. അതുപോലെ നിന്റെ കഴുത്തിലും മാറി. വലിയ ധർമ്മത്തെ സംരക്ഷിക്കുന്നവല്ലേ നീ? ധർമ്മത്തെ സംരക്ഷിക്കാൻ അധർമ്മത്തിന് ഏതറ്റം വരെ ഞാൻ പോകും. ഒരു കൈ തന്നെ. പേടിക്കണ്ട, ഞാൻ മനുഷ്യന്മാരൊന്നും ചെയ്യാറില്ല. എന്താ അവിടെ ഉണ്ടായേ? ആരവിടെ വന്നേ? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? നിന്റെ ബോധം പോയി. ആ ജന്തു വന്നിട്ട് എന്റെ മാല പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്തോ അതിനെ തടയുന്ന പോലെ.
അപ്പോൾ ഒരാൾ വന്നു. ഒരു പെണ്ണ്. ആ പെണ്ണ ജന്തുവിനെ അടിച്ചിട്ടിട്ട് പോയി. അതൊക്കെ പോട്ടെ, ആ പെണ്ണാരാ? ആ ജന്തു ഏതാ? എടാ ശരിക്കും നീ ആരാ? ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? നിനക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ആ. ദൈവങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇല്ല. ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യവും വിശ്വസിക്കുകയില്ല. ഇവിടെ നടന്നതിന്റെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് അപ്പുറത്ത്. അപ്പൊ പിന്നെ വിശ്വസിച്ചല്ലേ പറ്റൂ. നീ പറ. ദൈവങ്ങളുടെ പ്രസൻസ് ഇപ്പോഴും ലോകത്തുണ്ട്. നീ ശംബാലയെ പറ്റി കേട്ടിട്ടുണ്ടോ? ദ ലോസ്റ്റ് സിറ്റി. അതേപോലെ ഒരു സ്ഥലം പണ്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ശംബാലയെ പോലെ ഇന്ന് ഉണ്ടാവേണ്ട ഒരു നാടായിരുന്നു. സാധാരണയുള്ള നാട് പോലെയല്ല അത്. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, ദൈവശക്തി അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ആൾക്കാർക്ക് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് കിട്ടുന്ന പോലെ ആ ശക്തികളുടെ ഒക്കെ ഒരു ഉറവിടമായിരുന്നു ആ നാട്. അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർക്കും ഓരോ സവിശേഷതകളുണ്ടായിരുന്നു. ഒരിക്കൽ മനുഷ്യന്മാർക്ക് പറ്റിയ പോലെ ഒരു തെറ്റ് അവിടെയുള്ളവർക്കും പറ്റി. പുറമേ നിന്നുള്ള ഒരാൾ അവിടെ എത്തിപ്പെട്ടു. ആ നാടിൻ്റെ സവിശേഷതകളൊക്കെ കണ്ട് അയാൾക്കും അവിടെ കീഴടക്കണമെന്നായി. അവിടുത്തെ ശക്തികളൊക്കെ തൻ്റേതാക്കണമെന്ന്. അതുകൊണ്ട് അയാൾ അവരിൽ ഒരാളായി മാറി. അവരിൽ നിന്ന് ഒരുപാട് ശക്തികൾ അയാൾ പഠിച്ചെടുത്തു. അവസാനം അവിടെയുള്ള ശക്തികളിൽ നിന്ന് ഒരു പ്രധാന ശക്തി വന്ന് അയാളെ നാട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷെ അയാൾ വെറുങ്കയോടെയല്ല പുറത്താക്കപ്പെട്ടത്. അവിടെയുള്ള ശക്തികളിൽ നിന്ന് കുറച്ചൊക്കെ അയാൾ സ്വന്തമാക്കിയിരുന്നു. അന്ന് അറിഞ്ഞില്ല പുറത്താക്കപ്പെട്ടവൻ വലിയ വിപത്താകുമെന്ന്. അയാൾ തൻ്റെ ശക്തികൾ പകർന്നു നൽകി ഒരു സഖ്യം തന്നെ ഉണ്ടാക്കി ആ നാട് കീഴടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരാൾ അവിടെ പ്രത്യക്ഷനായി. ആ നാടിനെ മുഴുവൻ അദ്ദേഹം ലോകത്ത് നിന്ന് മറച്ചു വെച്ചു. അതാരാ? ആ നാടിൻ്റെ സൃഷ്ടാവ് ഉടയവൻ. അദ്ദേഹം ആ നാടിനെ മറച്ചു വെച്ച് ആ നാട്ടിൽ നിന്ന് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ നാട് ഭരിക്കാനും കീഴടക്കാനും തീരുമാനിച്ച ആ സഖ്യത്തെ ഇല്ലാതാക്കി. പക്ഷേ ആ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തിരിച്ചു കയറണമെങ്കിൽ ഉദ്ദേശിച്ച ദൗത്യം പൂർത്തീകരിക്കണം. അതുകൊണ്ട് അദ്ദേഹം ആ വ്യക്തിയെ ഇല്ലാതാക്കാനല്ല പുറത്തിറങ്ങിയത്. അദ്ദേഹം ആ നാട്ടിൽ നിന്നിറങ്ങുമ്പോൾ 8 ശക്തികളെ കൂടെ കൂട്ടി. ആ 8 ശക്തികളും അദ്ദേഹം 8 കല്ലുകളിലാക്കി. അതുപയോഗിച്ച് ഒരുപോലെയുള്ള 8 മാലകൾ ഉണ്ടാക്കി. അങ്ങനെ ഓരോ കല്ലുകളും ഓരോ ശക്തികൾക്ക് ജന്മം നൽകി. അതിൽ ഓരോ ജന്മവും ഓരോ ദൈവങ്ങളെ സൂചിപ്പിക്കുന്നവയായിരുന്നു. ആ കുട്ടികളെ ആരാണോ എടുത്തു വളർത്തുന്നത് അവർക്ക് മാത്രം മനസ്സിലാകാൻ ഒരു മാലയടങ്ങിയ ഒരു പെട്ടി അതിനടുത്തുണ്ടായിരുന്നു. ആ ശക്തികളിൽ ഒരാളാണ് ഞാൻ. അപ്പൊ നീ എങ്ങനെ? ഞാൻ ജനിച്ചതും വളർന്നതും 1700 കാലഘട്ടങ്ങളിലാണ്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അച്ഛൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയെപ്പറ്റി പലപ്പോഴും അച്ഛനോട് ചോദിച്ചിരുന്നു. പക്ഷേ നിന്നൊക്കെ കളഞ്ഞു കിട്ടുകയാണെന്ന് അച്ഛൻ പറയും. ആ പറഞ്ഞ സത്യമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ശബ്ദം കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ വല്ലാണ്ട് അവശനായിരിക്കുന്നത് ഞാൻ കണ്ടു. ഇല്ല, എനക്കൊന്നും പറ്റിയിട്ടില്ല. ചോദിച്ചപ്പോൾ അച്ഛൻ ഒരു പെട്ടി എടുത്തു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇതുമായി
നീ കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കി പോകണം. അവിടെ നിന്നൊരാൾ കാത്തു നിൽക്കും. എനിക്ക് പോകണം. പോകാനാ? നീ കിഴക്ക് ദിക്ക് ലക്ഷ്യമാക്കിയല്ലേ വന്നത്? അതെങ്ങനെ നിങ്ങൾക്കറിയാം? ഇതൊക്കെ എന്തിനാ എന്നെ പഠിപ്പിക്കുന്നത്? ഇതിനുള്ള ഉത്തരം ഭാവിയിൽ നിന്ന് തേടി വരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിപ്പിച്ചൊരു കാര്യം പറഞ്ഞു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിനുത്തരവാദി ഈ മാലയാണ്. ഈ മാലയുടെ യഥാർത്ഥ അവകാശി നീയാണ്. എനിക്കിത് തന്നാ താങ്കൾ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അത് പറഞ്ഞൊരു ദിവസം പൂർത്തിയാകുന്നതിന് മുന്നേ അദ്ദേഹത്തെ ഒരു വലിയ ആപത്ത് തേടിയെത്തി. അത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ മാല എടുത്തു. അപ്പം നീ എങ്ങനെ അവിടെ എണീറ്റ്? അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പെട്ടിയുമായി ഞാൻ ഇത്രയും നാളും കൊണ്ടു നടന്നത് ഒരു പകർപ്പായിരുന്നു. യഥാർത്ഥ മാല അദ്ദേഹത്തിൻ്റെ കഴുത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ യഥാർത്ഥ മാല അദ്ദേഹം എനിക്ക് ഊരിത്തരികയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പകർപ്പ് അദ്ദേഹം ധരിക്കുകയും ചെയ്തു.
അദ്ദേഹം എവിടെ പോയി? ആ സമയത്ത് ഞാൻ കുറേ അന്വേഷിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിലാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കഴുത്തിലെ മാലക്കും 8 കല്ലുകളായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞ കഥകളായിരുന്നു അദ്ദേഹം എന്നോടും പറഞ്ഞിരുന്നത്. ആ നിമിഷത്തിൽ ഞാൻ മനസ്സിലാക്കി ആ 8 ശക്തികളിൽ ഒരാൾ ഞാനാണെന്നും എൻ്റെ കൂടെ അത്രയും സമയം ഉണ്ടായിരുന്നത് ഉടയനായിരുന്നെന്നും. അപ്പോ ആ 8 പേരില്ലേ, അതില് നിനക്ക് മുന്നേ ഒട്ടുവിൻ്റെ അടുത്ത് എത്തിയവനാരാ? ഇതേ ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 8 പേരുണ്ടെങ്കിൽ എനിക്ക് മുമ്പ് എത്തിയവൻ ആരാണ്? നിനക്ക് മുമ്പ് എത്തിയത് അവനല്ല, അവളാണ്. ഞാനെന്നാ പോട്ടെ. എങ്ങോട്ട്? നീ കണ്ടല്ലേ ഇവിടെ നടന്നത്? ആ നാളെ സ്വന്തമാക്കാൻ അവർ എന്ത് വേണമെങ്കിൽ ചെയ്യും. അവരുടെ ആൾക്കാരിൽ ഒരാളാണ് ഇത്രയും നാളെ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. യുവന്മാരന്വേഷിച്ചാണ് നമ്മൾ 8 പേരും മനുഷ്യർക്കിടയിൽ ജീവിക്കുന്നത്. ആ നമ്മളെ അവർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോകണം. അപ്പൊ കാണാതായവരോ? അവരൊക്കെ അവരുടെ വീട്ടിലെത്തി കാണും. എടാ, ഈ നാട്ടിലുള്ളവർക്കൊക്കെ നിന്നെ അറിയാലോ. അപ്പൊ നീ പെട്ടെന്ന് പോയാ അതെങ്ങനെ? ആ ഒരു ചോദ്യം എനിക്ക് കേൾക്കേണ്ടി വരില്ല. കാരണം ഞാൻ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഞാനെന്ന വ്യക്തി നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് വന്നത്. പോകുമ്പോൾ ആ ഓർമ്മ ഞാൻ എടുക്കും. അപ്പോൾ ഇങ്ങനൊരു വ്യക്തിയുടെ ഉണ്ടായിരുന്നെന്ന് പോലും നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ നീ എൻ്റെ ഓർമ്മയും കളയോ? ആ ഫ്രണ്ടിനെ പിന്നെയും കണ്ടിനാച്ചാ. അവൻ പോയി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. എടാ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി പോയിടാ. ഇത് പറയുന്ന ഞാനും നീയും തമ്മിലുള്ള പ്രശ്നമല്ല, അദ്ദേഹം നീയും തമ്മിലുള്ള പ്രശ്നമാണ്. എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ കറക്റ്റ് ചെയ്തു. എടാ, നീ ഒന്ന് മനസ്സിലാക്കടാ. ഇമാതിരി തീട്ട സെൻറ്റിമെൻറ്റ്സിൻ്റെ അടുത്ത് നടക്കൂല, എനിക്ക് അറിയുന്നതാണ്. ദർ ഈസ് നോ ഫ്രണ്ട്ഷിപ്പ് ഇൻ ബിസിനസ്. എന്നെക്കൊണ്ടൊരു ഗുണമുണ്ടായി. നീ കാരണം അവൾ പോയ റൂട്ട് കറക്റ്റ് കിട്ടി. സോ നിന്നെക്കാളും ബെറ്ററായ ഒരുത്തനെ ഞാൻ അസൈൻ ചെയ്തു. ഈസ് വേ ബെറ്റർ ദാൻ യു.
ഹർ. ഇവിടെ എത്തപ്പോഴേക്കും അവളെ കാണാനില്ല. ബട്ട് സംതിങ് ഹെൽസ് ഹാപ്പൻഡ്. വാട്ട്? ഈ സ്ക്വാഡിലെ ബ്ലാക്ക് ടീം എടുത്തോണ്ട് ചത്തെടുപ്പുണ്ട്. ഐ തിങ്ക് ബ്ലാക്ക് ടീം അന്വേഷിക്കുന്നവരവിടെ ഉണ്ടായിരുന്നിരിക്കണം. മേ ബി അവൾ വന്ന് അന്വേഷിച്ചുകൊണ്ടുപോയി കാണും. So the heroes are joining together. Do one thing. Find them.